മക്കളില്ലാത്തവർ അവർക്ക് 7 കൊല്ലമായപ്പോൾ മക്കളെ കിട്ടി. അപ്പം ഞങ്ങൾ ആ സാക്ഷി ഇവിടെ പറയിപ്പിച്ചില്ല. പ്രഭുവച്ചനാണത് നോട്ട് ചെയ്തത്. പ്രഭുവച്ചൻ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കും. ഇങ്ങനെ ആൾക്കാരുടെ മക്കളുണ്ടായതൊക്കെ പറഞ്ഞൊന്നും അച്ഛൻ വിശ്വസിക്കത്തില്ല. പെട്ടെന്ന് അച്ഛൻ ചോദിച്ച്, നിങ്ങൾ ഇവിടെ മാത്രമേ പ്രാർത്ഥിച്ചുള്ളൂ എന്ന് ചോദിച്ച്. അപ്പം നോക്കിയപ്പോൾ അവർ 8 സ്ഥലത്ത് പ്രാർത്ഥിച്ചിരിക്കുകയാണ്. അത് മനസ്സിലായില്ലേ? അപ്പോൾ അത് ഉടമ്പടി സാക്ഷ്യമല്ല. ഉടമ്പടിയിലൂടെ ആയിരിക്കും മാതാവ് ചിലപ്പോൾ അവരെ സഹായിച്ചത്. പക്ഷേ അവർ വേറെ പല സ്ഥലത്തും ഇതുപോലെ ഓരോ സ്ഥലത്ത് പ്രാർത്ഥിക്കാൻ പറ്റുന്ന സ്ഥലത്തൊക്കെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഞങ്ങളത് സാക്ഷ്യത്തിൻ്റെ കൂടെ പെടുത്തത്തില്ല. കാര്യം നമുക്ക് കൺഫ്യൂഷനാണ്. കാര്യം ഉടമ്പടിയും ഒരു നൊവേനയും തമ്മിലൊക്കെ ഭയങ്കര വ്യത്യാസമുണ്ട്. ഇതൊന്നും അറിയാത്ത ആൾക്കാർ ഉടമ്പടിയും ചെയ്യും, ഇപ്പം എവിടുന്നല്ല അവിടെ പോയി ഓരോ സ്ഥലങ്ങളിൽ പോയി നൊവേനയും നടത്തും. ഇങ്ങനെ കർക്ക ക്രിസ്ത്യാനിയെ ഞങ്ങളിവിടെ അക്സെപ്റ്റ് ചെയ്യത്തില്ല. കാര്യം എന്താ? ഇത് ദൈവമായിട്ടൊരു ഉടമ്പടിയാണ്. ഉടമ്പടി ഉടമ്പടി അവർക്ക് ബോധ്യമുണ്ടെങ്കിൽ അവർ മര്യാദക്ക് അതിൽ തന്നെ ഫോളോ ചെയ്ത് പോരും. കാര്യം ഇത് നെവർ എ പ്രെയർ ഫോം, ഒരു പ്രാർത്ഥനാ ഫോം അല്ല ഇത്. ഇതെന്താണ്? ദൈവം ഒരു കക്ഷി, നീ ഒരു കക്ഷി അല്ലേ? ദൈവവും നീയും തമ്മിലുള്ള ഒരു ബൈലാറ്ററൽ എഗ്രിമെൻ്റാണ് ഉടമ്പടി. ആ ഉടമ്പടി വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ ഓരോരോ തീർത്ഥാടന സ്ഥലത്തൊക്കെ പോയി ഓരോരോ പരിപാടി ചെയ്ത് വെക്കത്തില്ല. അതെപ്പോഴും നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. അതൊരു ഫിഡലിറ്റിയുടെ വിഷയമാണിത്, വിശ്വസ്തതയുടെ. ദൈവത്തോട് ചെയ്ത ഉടമ്പടിയിൽ പിന്നെ നിങ്ങൾക്ക് സംശയമുണ്ട്, അതിലെന്താ വല്ല കുഴപ്പമുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ വേണ്ടി അന്തോനീസിൻ്റെ അടുത്തും പോവും, യൂദാസിൻ്റെ അടുത്തും പോവും. എവിടെയെല്ലാം പോയി തൊട്ട് നക്കാം അവിടെയൊക്കെ തൊട്ട് നക്കി. ഈ തൊട്ട് നക്കി നടക്കുന്ന കക്ഷികൾ ദയവായിട്ട് ഉടമ്പടി ചെയ്യരുതെന്നാണ് എൻ്റെ അഭിപ്രായം. എന്താ കാര്യത്തിൽ നിങ്ങൾക്ക് ഉടമ്പടിയെക്കുറിച്ചൊന്നും അറിയത്തില്ല. ഉടമ്പടി നിങ്ങൾ ഓർക്കണം, അതുപോലെ ഒരു പ്രാർത്ഥനാ രൂപമാണ്. ഇറ്റ്സ് നോട്ട് എ പ്രെയർ ഫോം അറ്റ് ഓൾ. എന്താ കാര്യം? ഇതൊരു പ്രാർത്ഥനാ രൂപമല്ല. ഇതെന്ന് പറയുന്നത് ഒരു പദ്ധതിയാണ്. പദ്ധതി ഒരു മനുഷ്യൻ കണ്ടുപിടിച്ച പ്രാർത്ഥനാ രൂപമല്ല ഇത്. ഇതിൻ്റെ പ്രൈമറി ഇനിഷ്യേറ്റീവ് ആരാണ്? ഉടമ്പടിയുടെ പ്രൈമറി ഇനിഷ്യേറ്റീവ്, പ്രാഥമിക പ്രയോക്താവ് ആരാണത്? ദൈവമല്ലേ? എവിടെയെല്ലാം ഉടമ്പടി തുടങ്ങിയിട്ടുണ്ടോ അവിടെയെല്ലാം ദൈവമാണ് മുൻകൈ എടുത്തിരിക്കുന്നത്. ദൈവം മുൻകൈ എടുത്ത വേറെ ഒരു പ്രാർത്ഥനയുള്ള കുർബാന മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ലല്ലോ. അതൊരു ഉടമ്പടിയാണ്. ദൈവം മുൻകൈ എടുത്ത് ചെയ്ത ഈ മരിയൻ ഉടമ്പടിയല്ല, അത് വേറെ ഒരു പ്രാർത്ഥനയേ ഉള്ളൂ. എന്താണത്? അത് പരിശുദ്ധ കുർബാനയാണ്. അതൊരു ഉടമ്പടിയാണ്. അത് നിത്യതയെ ബാധിക്കുന്ന ഉടമ്പടിയാണ്. മരിയൻ ഉടമ്പടി ഭൗതികമായ വിഷയങ്ങളെ കൂടുതൽ ഉന്നമനത്തിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നൊരു പ്രാർത്ഥനയാണ്. പരിശുദ്ധ കുർബാന ഈശോ സ്ഥാപിച്ചത് ഭൗതികമായ ഉന്നമനത്തെ അല്ല അത് ഫോക്കസ് ചെയ്യണത്. പിന്നെന്താണ്? നിത്യതയാണ് ഫോക്കസ് ചെയ്യണത്. തമ്മിൽ മനസ്സിലാക്കണം. പിതാക്കന്മാർ മരുഭൂമി വെച്ച് മന്ന ഭക്ഷിച്ചു എന്ന് ഞാൻ എപ്പോഴും പറയും. അതുപോലല്ല ഈ അപ്പം. അപ്പം ഭൗതികമല്ല എന്നർത്ഥം ഉറപ്പല്ലേ? കുർബാന ഭൗതികമല്ലെന്ന് ഉറപ്പല്ലേ? പിതാക്കന്മാർ മരുഭൂമി വെച്ച് മന്ന ഭക്ഷിച്ചു, അതുപോലെ അല്ല ഈ അപ്പം. Read the vertical. Sudhikada hallelujah. Jesus hallelujah. 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 Yeshua hallelujah. Hallelujah. Yeshua ആരാധന. Hallelujah. 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 യേശുവേ നന്ദി. യേശുവേ സ്തുതി. യേശുവേ ആരാധന. Hallelujah. 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 യേശുവേ ആരാധന. പരിശുദ്ധാത്മാവ് ഈ ഓൺലൈനിൽ തന്ന വാക്കായത് കൊണ്ടാണ് എനിക്ക് വാക്ക് കിട്ടാഞ്ഞത്. അതാണ് വായിക്കാൻ പറഞ്ഞത്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 49 മുതലുള്ള തിരുവചനങ്ങൾ. നമ്മൾ അധികം ശ്രദ്ധിക്കാത്ത കുർബാനയുടെ ഒരു വാക്കാണിത്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 49 തിരുവചനം. റീഡ് ഇറ്റ്. നിങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ വെച്ച് മന്ന ഭക്ഷിച്ചു, എങ്കിലും അവർ മരിച്ചു. ഇതാകട്ടെ മനുഷ്യൻ ഭക്ഷിക്കുന്നതിന് വേണ്ടി സ്വർഗത്തിൽ നിന്നിറങ്ങിയ അപ്പമാണ്. ഇത് ഭക്ഷിക്കുന്നവൻ മരിക്കുകയില്ല. സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പം
അപ്പം ഞാനാണ്. ആരെങ്കിലും പ്രൈസലാണ്. അതായത് എന്താ വിഷയം വെച്ച് കഴിഞ്ഞാൽ പരിശുദ്ധ കുർബാനയെ നമ്മൾ IELTS പാസ്സാക്കാനും വസ്തു വയ്ക്കാനും ഒക്കെ ദുർവിനിയോഗം ചെയ്യരുതെന്ന സൂചനയാണ്. അത് നടക്കത്തില്ല എന്നല്ല. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അതിനെ റഷ് ചെയ്യുമ്പോൾ കുർബാനയെ അനുദിന ജീവിതത്തിന് വേണ്ടി മാത്രം കുർബാനയെ റഷ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നൊരു കുഴപ്പം, കുർബാനയുടെ അൾട്ടിമേറ്റ് എയിം യു വിൽ മിസ് ഇറ്റ്. കുർബാനയുടെ ഉദ്ദേശം എന്താണ്? നിത്യതയാണ്. ഇപ്പം അത് ഉടമ്പടിയാണ്. ഉടമ്പടി എപ്പോഴും വരണത് രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഉടമ്പടി നമ്മൾ ചെയ്യണത്. ഉടമ്പടി എന്ന് പറയുന്നത് എന്താ? കഴിഞ്ഞ ദിവസങ്ങളിലെ ഷിക്കാഗോയിൽ നിന്ന്, ഇപ്പോൾ ആലപ്പുഴക്കാരുതിയാണ്, അവർ ഷിക്കാഗോയിൽ നേഴ്സാണ്. അവർ ഇന്നലെ ഒരു സാക്ഷി ഇവിടെ പറഞ്ഞിരുന്നു, മഞ്ജു ഫ്രാങ്ക്ലിൻ. അവർ പറയണത് ഉടമ്പടി എൻ്റെ ജീവിത രീതിയാണെന്ന്. ഞാൻ ആകപ്പാട് ശരിക്കും പറഞ്ഞ് ഞെട്ടിപ്പോയി. എല്ലാവരും മക്കളെ കിട്ടി, ജോലി കിട്ടി എന്നൊക്കെയാണ് പറയണത്. മക്കളെ കിട്ടി, ജോലി കിട്ടി, കടങ്ങൾ മാറി. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ചേച്ചി ഒരു സാക്ഷ്യം പറഞ്ഞത്, മേരി പാല, അവർക്ക് 3 കോടി രൂപ കടവാണ്. 3 കോടി രൂപ കടവാണ്. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് അവർക്കൊരു പിടിയില്ല. ഉടമ്പടി പുതുക്കി കഴിഞ്ഞ് ഇപ്പോഴീ എമർജൻസി കേസെല്ലാം എടുക്കുന്നുണ്ടല്ലോ. എമർജൻസി ആയാൽ മതി, അതിൻ്റെ രേഖ ഉണ്ടെങ്കിൽ അപ്പം തന്നെ ഞാൻ നിങ്ങളെ വിളിച്ച് സംസാരിക്കും. പണ്ടങ്ങനെ ചെയ്യത്തില്ലായിരുന്നു. പണ്ട് ഉടമ്പടി 3 പുതുക്കിയിട്ട് ഉടമ്പടി തന്നെയാണ് അവർ നിൽക്കുന്നതെന്ന് എനിക്ക് ഉറപ്പ് വന്നാൽ മാത്രമേ അവരെ വിളിക്കത്തുള്ളായിരുന്നു. ഇപ്പം അങ്ങനെയല്ല. ഉടമ്പടി ഇന്നാണ് നിങ്ങൾ ഉടമ്പടി എടുത്തത്, പക്ഷേ വിഷയം നിങ്ങളുടേത് ഭയങ്കര ഗൗരവമുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് ഇനി മുന്നോട്ട് പോകാൻ പറ്റത്തില്ലെങ്കിൽ അപ്പം വിളിപ്പിക്കും. പക്ഷേ നിങ്ങളുടെ ഡോക്യുമെൻ്റ് കരുതിയേക്കണം. കൃപാസനത്തിൽ വരുമ്പോൾ നിങ്ങളെപ്പോഴും ശ്രദ്ധിക്കേണ്ട, ഇനി എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഇതാണ്, എന്ത് ഡ്രാസ്റ്റിക് കണ്ടീഷനാണ് നിങ്ങൾ പോകുന്നത്, അതിൻ്റെ ഡോക്യുമെൻ്റ് കരുതണം. ആ ഡോക്യുമെൻ്റ് ഓഫീസിൽ കാണിച്ചാൽ പിന്നെ തർക്കിക്കേണ്ട, വിശദീകരിക്കേണ്ട, കരയേണ്ട ആവശ്യമൊന്നുമില്ല. ചില ആൾക്കാർ കരഞ്ഞൊക്കെ പറയും. അങ്ങനെ കരേണ്ട ആവശ്യമില്ല. എന്ത് കാര്യത്തിലാണ് ഇപ്പോൾ കരയേണ്ടത്? അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഡോക്യുമെൻ്റ് കാണിക്കുക. ഇത് ജപ്തി നടപടി ഇതാണ് അടുത്ത ആഴ്ച ഓപ്പറേഷനാണ്, മറ്റൊന്ന് സ്കാനിങ് ആണ്. മറ്റൊന്ന് സ്കാനിങ് ആണെന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ ചിലപ്പോൾ ഈ ഒറ്റ പ്രാർത്ഥന കഴിയുമ്പോൾ സ്കാൻ കാണത്തില്ല. കഴിഞ്ഞ ദിവസങ്ങളൊരു സാക്ഷ്യം ഉണ്ടായത്, അവരുടെ സാക്ഷ്യം നെയ്യാറ്റിൻകര റീന നേതൃത്വമാണ്. അവരുടെ ഭർത്താവ് ഇങ്ങനെ ചെരിഞ്ഞ് പോകും. പെട്ടെന്ന് സംഭവിക്കണം, ചെരിഞ്ഞ് പോകും. അപ്പോൾ ഇവരെ കൊണ്ട് CT സ്കാൻ ചെയ്തപ്പോൾ ഇവരുടെ ബ്രെയിൻ്റെ അകത്തൊരു മുഴ സിസ്റ്റം വളർന്നു വരികയാണ്. അത് ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പാരലൈസ് ആവും. അപ്പോൾ റിസ്ക്കിയാണ്. എത്ര നാളിങ്ങനെ കിടക്കുമെന്ന് അറിയത്തില്ല. ഈ ഇതുപോലെയൊക്കെ വെൻറ്റിലേറ്ററിലൊക്കെ കിടക്കുമെന്ന് അറിയത്തില്ല. അപ്പോൾ ഇവർക്ക് ഭയങ്കര പേടി, സങ്കടമൊക്കെ ആയി. കാര്യം 10-8 ലക്ഷമൊക്കെ രൂപ മുടക്കിയാലേ ആളെ കിട്ടിയാൽ എങ്ങനെ എത്ര കാലം കഴിയുമ്പോഴൊക്കെ ജോലിക്ക് പോകാൻ പറ്റും? ഇന്ന് ജോലിക്ക് പോകാൻ തന്നെ പറ്റുമോ? അവരുടെ മനസ്സിൽ ഒന്ന് കണ്ടുകൊണ്ടിരുന്നാലെങ്കിലും മതി. ഭർത്താവ് ആളെ ജോലിക്ക് പോയില്ലെങ്കിൽ ഒന്ന് കണ്ടുകൊണ്ടിരുന്നാലെങ്കിലും മതി എന്ന രീതിയിൽ ആ അവസ്ഥയിലേക്ക് വരുന്നതാണ്. പക്ഷേ ഒറ്റ പ്രേയർ കൊണ്ട് 2 CT സ്കാൻ കാണുമ്പോൾ ആ മുഴ അവിടെ ഉണ്ട്. അതിന് ഓപ്പറേഷൻ ഡേറ്റ് നിശ്ചയിച്ചു. പക്ഷേ ഉടമ്പടി എടുത്ത് ഒരു പ്രേയർ കയ്യൊപ്പ് പ്രാർത്ഥന കഴിഞ്ഞിട്ട് പിന്നീട് പോയി ഓപ്പറേഷന് മുമ്പ് MRI എടുക്കുമ്പോൾ ആ സിസ്റ്റം അവിടെ ഇല്ല. ഇത്രയും സ്പീഡായിട്ടാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യണം. നിങ്ങൾ ആ സാക്ഷി കിടക്കുന്നുണ്ട്, വായിച്ചു നോക്ക്. റീന, അവർ നെയ്യാറ്റിൻകര എന്നുള്ള സാക്ഷിയാണ്. അപ്പോൾ ഈ ചേച്ചിയുടെ മേരി ചേച്ചി ഈ മാസം തന്നെ സാക്ഷ്യം പറഞ്ഞ ആളാണ്. ഏത് മാസം? ഇത് ജൂൺ മാസം. അപ്പോൾ ഈ ജൂൺ മാസത്തിൽ തന്നെയാണ് മേരി ചേച്ചി സാക്ഷ്യം പറഞ്ഞത്. അവർക്ക് 3 കോടി കടവാണ്. 3 കോടി കടമെന്ന് വെച്ചാൽ ഏത് കാലത്ത് കൊടുത്തും എങ്ങനെ കൊടുക്കും ഒരു പിടിയില്ല. കാര്യം ഇവർ ഹോസ്റ്റൽ നടത്തിക്കൊണ്ടിരുന്ന ആളാണ്. കുറേ ബെഡുകളൊക്കെ ഉള്ള ഹോസ്റ്റലാണ്. പക്ഷേ ഈ കൊറോണ വന്നതോടുകൂടിയേ കുറേ ആൾക്കാരെ കൊണ്ടുപോയി, കുറേ ജീവിതം കൊണ്ടുപോയി. ശരിക്കും അതുപോലെ കൊണ്ടുപോയൊരാളാണ്. ഇത് കഴിഞ്ഞപ്പോൾ കടത്തമേൽ കടവും അതിൻ്റെ പലിശയും ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഇവർക്ക് ഭ്രാന്ത് പിടിക്കണ പോലെയാണ്. പക്ഷെ അവരെ പെട്ടെന്ന് ഞാൻ വിളിച്ചു. ഉടമ്പടി പുതുക്കിയ ഉടനെ കണ്ടു. അപ്പോൾ ഞാൻ ചേച്ചിയോട് ചോദിച്ചത്, ചേച്ചി എന്താണ് ചേച്ചി ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ സ്ഥലമൊക്കെ വിൽക്കാനുണ്ട്, പക്ഷേ വിൽക്കാൻ പറ്റണില്ല. ഇപ്പോഴും വിൽപ്പന കുറവാണല്ലോ. പണ്ടത്തെ പോലെ ഒരു ഓട്ടോ ഇല്ല. കാര്യം മോഡി ചേട്ടൻ കയറി ക്ലിക്കിന് പിടിക്കണ കാരണമേ ആൾക്കാർക്ക് എവിടെയെങ്കിലും ഇപ്പം
ED വരെ ഉണ്ട്. എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കണവർ ആരാണ് സ്ഥലം വാങ്ങിക്കണത്, കൂടുതൽ വാങ്ങിക്കണത്, അവിടെ സോഴ്സ് ഉടനെ നമ്മളൊന്നും പറയേണ്ട കാര്യമില്ല, ഓട്ടോമാറ്റിക് സെൻഡിങ് ആണ് ഡൽഹിയിലോട്ട്, ED ഓഫീസിലോട്ട്. അതായത് ഇപ്പം ജെന്യുവിൻ സോഴ്സ് അല്ലെങ്കിൽ, ഇനി അതാണെങ്കിൽ പോലും ഗവൺമെൻറ് പറയും നിങ്ങളെ സ്ഥലം വിറ്റ് എന്ന് പറഞ്ഞിട്ട് അതിന് പകരം വേറെ സ്ഥലം വാങ്ങിക്കാൻ പറയും. വിറ്റ ആൾക്കാർ തന്നെ വാങ്ങിക്കാൻ പറയും, കുറച്ച് സ്ഥലം വാങ്ങിക്കാൻ പറയും 2 സ്ഥലത്തേക്കും. ഇക്കണോമി നാഷണൽ ബേസ്ഡ് കൺട്രോൾഡാണ് ശരിക്കും. അത് നിങ്ങളെ പഴയ ഇക്കോണമി പരിശോധിച്ചാൽ മനസ്സിലാവും. നമ്മളതിൻ്റെ അകത്ത് ഗുണവും ദോഷം പറയുകയല്ല, നാഷണൽ ബേസ്ഡ് ഇക്കോണമി കൺട്രോൾഡാണ്. അത് പണ്ടത്തെ കുത്തഴിഞ്ഞൊരു പോക്കും ഇപ്പോഴത്തെ നോക്കുമ്പോൾ മനസ്സിലാകും നമുക്കത്. എന്താ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതോടുകൂടി എല്ലാം ബ്ലോക്കുണ്ട് ശരിക്കും. കുറേ ആൾക്കാർ കുരുങ്ങിയിട്ടുണ്ട്, അത് സത്യമായ കാര്യമാണ്. പക്ഷേ ഇതിൻ്റെ അകത്ത് വരുന്നത് ചെസ്സിയെ സംബന്ധിച്ചിടത്തോളം ഈ മുന്നോട്ട് പോകാൻ ഒരു മാർഗമില്ല. മറ്റൊക്കെ ഇങ്ങനെ ഊഹക്കച്ചവടം മാറി മാറി ആരും എടുക്കത്തില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്വാൻസ് കൊടുത്ത് കളിക്കല്ലേ. പ്രമാണം എഴുതത്തില്ല, അഡ്വാൻസ് കൊടുത്ത് ആൾക്കാരിങ്ങനെ കൈമാറിക്കൊണ്ടിരിക്കും. ഭൂമി അവിടെ കിടക്കും. ഒരു കാലത്ത് ഡോക്യുമെൻറ്റേഷൻ നടക്കത്തില്ല, കാശ് മാത്രം കൈമാറിക്കൊണ്ടിരിക്കും. ഗവൺമെൻറ് 5 പൈസ കിട്ടത്തുമില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെയൊക്കെ വന്നിരിക്കുന്നത്, ഈ രീതിയിലേക്ക് ആയിപ്പോയത്. അപ്പം ഞാൻ ചേച്ചി ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നുണ്ടോ, അത് വിറ്റ് മാറ്റാൻ ഉദ്ദേശിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഇത് മുന്നോട്ട് ഹോസ്റ്റൽ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നുണ്ടോ, വിറ്റ് മാറ്റാൻ ഉദ്ദേശിക്കുന്നുണ്ടോ എന്ന്. അപ്പോൾ എന്നോട് പറഞ്ഞു എനിക്കൊന്നും അറിയാൻ പാടില്ല, അച്ഛൻ പറയുമെന്ന് പറയും. അപ്പോൾ എൻ്റെ മനസ്സിൽ അപ്പോഴൊക്കെ പരിശുദ്ധാത്മാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ വിറ്റ് കളയണം എന്നാണ് പറയണത്. അപ്പോൾ ഞാനൊരു കാശ്വരം എടുത്തിട്ട് ഈശോ എടുത്ത് വെച്ച് അമ്മയെടുത്ത് കൊണ്ടുവന്നിട്ട് പ്രാർത്ഥിച്ചിട്ട് ഞാൻ പറഞ്ഞു, അമ്മേ ഇത് വിറ്റ് കളയണം. ഈ കാര്യം എന്താ വെച്ചാൽ ഇവരുടെ പ്രായം ഇത്തിരി മോശമാണ്. ഇവർ ജോലി എടുക്കാനാണ് ഉദ്ദേശിക്കണമെങ്കിൽ ഈ ബുദ്ധിയോടും ശക്തിയോടും കൂടിയൊക്കെ എല്ലായിടത്തും നമുക്കൊരു 10 പൈസ ഉണ്ടാക്കണമെങ്കിൽ എന്തുമാത്രം ഓട്ടം ഓടണം, എന്തുമാത്രം യാത്ര ചെയ്യണം, എന്തുമാത്രം ഓർമ്മ വേണം, എന്തുമാത്രം കാര്യങ്ങൾ യൂത്ത് അല്ലെങ്കിൽ ഒരു 40-45 വയസ്സ് വരെയൊക്കെ ഫ്ലോ ഉണ്ടെങ്കിൽ അങ്ങനെ പോകും. ഒരു ബ്ലോക്ക് വന്നിട്ട് പിന്നെ റീസ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും. അപ്പം എൻ്റെ മനസ്സിൽ പറഞ്ഞത് ഈ ചേച്ചിക്ക് സമാധാനം കിട്ടാൻ വേണ്ടി നല്ലത് വിറ്റ് കളയാണ് നല്ലതെന്ന് എൻ്റെ മനസ്സിൽ പറഞ്ഞു. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ അത് വിറ്റ് കളയട്ടെ, അല്ലെങ്കിൽ ആച്ച എടുത്ത് ജീവിക്കത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഈ 2-3 കൊല്ലം ഇത് വിൽക്കാതെ ഇരുന്ന സാധനം ആ കാശും കൊണ്ട് വിശ്വാസ പ്രമാണം ചില പ്ലേസ് ചെയ്ത് 2 ആഴ്ചക്കുള്ളിൽ അത് വിറ്റ് മാറുക തന്നെയല്ല, വീട് സ്ഥലവും ഹോസ്റ്റലും മൊത്തം വിറ്റിട്ട് എന്താ സംഭവിച്ചിരിക്കുന്നത്, കടങ്ങളെല്ലാം മാറിയിട്ട് പുതിയൊരു വീട് ആ വാർഡിൽ തന്നെ മേടിക്കണം. ആ വാർഡിൽ തന്നെ, നാട്ടിൽ നിന്ന് പോകുന്നില്ല, ആ നാട്ടിൽ തന്നെ ആ വാർഡിൽ തന്നെ പുതിയൊരു വീട് സ്ഥലവും മേടിച്ച് കടവും പരിഹരിച്ച് ഇതെല്ലാം സെക്കൻഡുകൾക്കുള്ളിൽ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നടന്ന സംഭവമായിട്ട് നോക്കുമ്പോൾ സെക്കൻഡുകൾക്കുള്ളിലെന്ന് വേണേൽ പറയാം. അത്രയും സ്പീഡാണ് ഉടമ്പടിയുടെ ഒരു രീതി. അതാണ്. ഇതൊരു നൊവേന പ്രാർത്ഥനയോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള പ്രാർത്ഥനയോ അല്ല, ഇതൊരു പദ്ധതിയാണ്. ഇതിനകത്ത് വരുന്ന ഒരു കക്ഷി ദൈവമാണ്, കക്ഷിയാണിത് വരണത്. അല്ലാതെ നമ്മളിങ്ങനെ സിംഗിൾ എഡ്ജായിട്ട് പ്രാർത്ഥിച്ച് വിടുന്ന ഒരു വിശ്വാസത്തിൻ്റെ ഒരു എക്സ്പ്രഷൻ അല്ല. നമുക്ക് വിശ്വാസത്തിൻ്റെ എക്സ്പ്രഷൻ എന്ന് പറയുമ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഗംഭീരമാണ്. ഗംഭീരത്തിൻ്റെ മേജറായിട്ടുള്ള സംഭവങ്ങളാണ്. പക്ഷേ മേജർ മല ഇങ്ങനെ ചിറക് വെച്ച് പറന്നു പോണ പോലെയൊക്കെ നമുക്ക് തോന്നും. മലയാണ് ഇരിക്കണത്, പക്ഷേ സാധനം ഇപ്പം അതിന് ചിറക് പിടിപ്പിച്ചിട്ട് ഈ സാധനം ലിഫ്റ്റ് ചെയ്ത് പോകണ പോലെ തോന്നും. അത്രയ്ക്ക് പെട്ടെന്നാണ് ഈ സംഭവം നടക്കുന്നത്. ഉടമ്പടിയുടെ കാര്യം ഇത് ഒരു വശത്ത് നിൽക്കുന്ന ദൈവമായത് കൊണ്ടാണ്. മാതാവിനെ പരിശുദ്ധാത്മാവ് നൽകിയ മാതാവിന് നമ്മൾ കുറേ പേര് പറഞ്ഞു വിളിക്കത്തില്ലേ, എല്ലാം സത്യമായ പേരുകളാണ്. ഒരു പേരെന്താണ്? ബോധജ്ഞാനത്തിൻ്റെ സിംഹാസനം. അതാണ് ഇത് ഇടിവെട്ട് സാധനം. ബോധജ്ഞാനം എന്ന് വെച്ചാൽ നിൻ്റെ കുടുംബം, നിൻ്റെ കുഞ്ഞുങ്ങൾ, നിൻ്റെ ഭാവി എല്ലാം രക്ഷപ്പെടുത്താനുള്ള ബോധജ്ഞാനം ഇവർക്കുണ്ട്. ഇവിടെ ബോധജ്ഞാനം ഉണ്ടാകാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ ബോധജ്ഞാനം എല്ലാവർക്കും ഉണ്ട്, അതിനൊരു സംശയമില്ല. പക്ഷെ ബോധജ്ഞാനം ഉണ്ടാകുന്നതിനേക്കാളുപരി ഈ ബോധജ്ഞാനം പ്രവർത്തിക്കാനുള്ളൊരു ഫോർമാറ്റില്ലേ, അവിടെയാണ് മേരി നമ്മളെക്കൊന്ന് വ്യത്യസ്തയാകണത്. അതുകൊണ്ട് ഇപ്പോൾ അമ്മയെ കാണുമ്പോൾ എന്താ മാലാഖ പറഞ്ഞത്? അമ്മയെ കാണുമ്പോഴേ മാലാഖ എന്താ പറഞ്ഞത്? കമൻറ്റ് ചെയ്യണേ എന്താ? ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി. അതാണ്. ഇപ്പം ലൂക്ക 1:28 ഇടിവെട്ട് വചനമാണ്.
ലുക്ക 1:28 ഒന്ന് പറഞ്ഞ്, ദൈവകൃപ നിറഞ്ഞവളെ ദൈവകൃപ നിറഞ്ഞവളേ സ്വസ്തി, സ്വസ്തി. കർത്താവ് കർത്താവ് നിന്നോട് കൂടെ. നിന്നോട് കൂടെ. അത് ഉടമ്പടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ദൈവത്തിന് ഫസ്റ്റ് സല്യൂട്ടേഷനാണ്, കർത്താവ് നിന്നോട് കൂടെ എന്നുള്ളത്. ദ പ്രസൻസ് ഓഫ് ഗോഡ്. ഇത് വളരെ, അതായത് രണ്ട് കാര്യങ്ങൾ. ഉടമ്പടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്കുണ്ടാകാവുന്ന, ഇപ്പോൾ പ്രീ ഡിഗ്രി എന്ന് പറയുമ്പോൾ ഡിഗ്രിക്ക് മുമ്പുള്ള അവസ്ഥയല്ലേ. ഡിഗ്രിക്ക് മുമ്പുള്ള BAക്ക് മുമ്പ് അല്ലെങ്കിൽ BScക്ക് മുമ്പാണ് പ്രീ ഡിഗ്രിയാണ് പറയുന്നത്. ഡിഗ്രിക്ക് മുമ്പുള്ള ഒരു പഠനമാണ്. ഇതുപോലെ ഉടമ്പടിക്ക് മുമ്പുള്ള ഒരു പ്രീ സ്റ്റേറ്റ് ഉണ്ട്. അതെന്താണ്? അത് പ്രസാദാത്മകമായ അവസ്ഥയാണ്. അതുകൊണ്ട് ഞങ്ങൾ കുമ്പസാരിച്ചിട്ട് നിങ്ങൾ ഉടമ്പടി തുടങ്ങണോ എന്നൊക്കെ കത്തോലിക്കരോട് പറയണത്. ചില ആൾക്കാർക്ക് കുമ്പസാരിക്കാതെ തന്നെ അങ്ങോട്ട് തുടങ്ങും. മനസ്സിലായില്ല? ഞങ്ങൾ പറയുന്നത് പ്രീ സ്റ്റേറ്റ് ഉണ്ടാണ് ഇതിന്. അതായത് ഉടമ്പടി തുടങ്ങും, സ്റ്റാർട്ട് ചെയ്യുന്നതിന് ഒരു പ്രീ സ്റ്റേറ്റ് വേണം. എന്താണ്? അത് പ്രസാദകരമായ ഒരവസ്ഥയാണ്. പാപങ്ങളെക്കുറിച്ചൊക്കെ പശ്ചാത്തപിച്ചു, മേലിൽ പാപം ചെയ്യില്ല എന്നൊക്കെ തീരുമാനിച്ചു, ദൈവത്തിന് വേണ്ടി ജീവിക്കാനും ദൈവ പദ്ധതി നടപ്പിൽ വരുത്താനും ഒരു ദൈവ പൈതലായിട്ട് നീ അങ്ങോട്ട് ഒരുങ്ങുകയാണ്. ആ ഒരുക്കം ഇതിൻ്റെ അകത്ത് സൂക്ഷിക്കേണ്ടതാണ്. അമ്മയ്ക്ക് ആ ഒരുക്കം ആദ്യകാലം മുതലേ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് മാലാഖ വന്നിട്ട് പറയണത് എന്താണ്? ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി. പിന്നെ എന്താണ്? കർത്താവ് നിന്നോട്. പ്രസൻസ്. കർത്താവ് നിന്നോട് കൂടെ എന്ന് പറയണത് നമ്മൾ അമ്മയെ വിളിക്കണ ഒരു വേറൊരു പേരാണ്. എന്താണ്? വാഗ്ദാന പേടകമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അപ്പോൾ ബോധജ്ഞാനത്തിൻ്റെ സിംഹാസനം എന്ന് വിളിക്കണ പോലെ തന്നെയുള്ള ഒരു സംഭവമാണ് പരിശുദ്ധാത്മാവിൻ്റെ ഇരിപ്പിടം എന്നാണ് ബോധജ്ഞാനത്തിൻ്റെ സിംഹാസനം. അതുപോലെ തന്നെ വിളിക്കുന്ന പേരാണ് വാഗ്ദാന പേടകമേ. വാഗ്ദാന പേടകത്തിൽ എന്താ ഉള്ളത്? പഴയ വാഗ്ദാനങ്ങളുടെ ഒരു പേടകമാണ്. മറിയം ആരാണെന്നാണ് പറയണത്? വാഗ്ദാനങ്ങളുടെ ഒരു പെട്ടി, പേടകമാണ്. വാഗ്ദാനങ്ങളെന്ന് പറയുമ്പോൾ അറിയാമല്ലോ, ഒരു മനുഷ്യനെ അവൻ്റെ ഫിസിക്കാലിറ്റിയും സ്പിരിച്വാലിറ്റിയും അവൻ്റെ ഈ ഇറ്റേണിറ്റി, അവൻ്റെ ടെമ്പറലായിട്ടുള്ള ഭൗതികമായ ജീവിതവും അവൻ്റെ നിത്യജീവിതവും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയുള്ള ദൈവത്തിൻ്റെ സൊല്യൂഷനാണ് വാഗ്ദാനമെന്ന് പറയണത്. പിടികിട്ടിയ? വാഗ്ദാനമെന്ന് പറയണത് ദൈവം തരുന്ന ദേശത്ത് പെറ്റുപെരുകി വിശ്വസ്തയോടെ അഭിവൃദ്ധിയോട് ജീവിക്കാനുള്ള ആധ്യാത്മികവും ഭൗതികവുമായ സംവിധാനത്തിനാണ് ഉടമ്പടി എന്ന് പറയണത്. അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ വളരെ കൃത്യമായിട്ട് പറയും. എന്താണ്? ശാരീരികമായ ചില മതങ്ങളിലൊക്കെ ശാരീരികമായ കുറേ എക്സർസൈസൊക്കെ ഇല്ലേ? അപ്പോൾ പൗലോസ് അപ്പോസ്തലൻ പറയും ഇതൊക്കെ കൊണ്ട് കുറച്ച് കാര്യങ്ങൾ കൊണ്ട് ഇല്ലെന്നൊന്നും ബൈബിൾ പറയത്തില്ല. ഒരു ഫിസിക്കൽ എക്സർസൈസ് എന്ന രീതി ബൈബിളിൽ ഇതുകൊണ്ട് കുറച്ച് പ്രയോജനമുണ്ട്. 1 തിമോത്തി 4 ഒന്ന് വായിച്ചോളൂ. ശാരീരികമായ പരിശീലനം കൊണ്ട് ഏറ്റുപറയുക. ശാരീരികമായ പരിശീലനം കൊണ്ട് കുറച്ച് പ്രയോജനമുണ്ട്. ക്ലിയർ. അതായത് നോക്കിയേ, അതായത് ശാരീരിക, അപ്പം ചില പ്രാർത്ഥനാ രീതികളൊക്കെ കാണുമ്പോൾ അത് ശാരീരികമായ പ്രയോജനം രീതികൾ കൊണ്ട്, ആ രീതികൾ ശാരീരികമായ കുറച്ച് പ്രയോജനമുണ്ട്. അത് തെറ്റല്ല, ശരിയായ കാര്യമാണ്. മനുഷ്യൻ്റെ ഭൗതികമായ എക്സസൈസും അതുപോലെ തന്നെയുള്ള അതിൻ്റെ ആയുസ്സുമൊക്കെ ആയിട്ട് കുറേയധികം ബന്ധമുണ്ട്. എന്നാൽ ശ്രദ്ധിക്കുക, എന്നാൽ ആത്മീയത എല്ലാവിധത്തിലും വിലയുള്ളതാണ്. പൗലോസ് അപ്പോസ്തലൻ ഇതിനെ ആത്മീയതയുമായിട്ട് ബന്ധപ്പെടുത്തുന്നില്ല. വചനത്തിൻ്റെ റൂട്ടതാണ്. എന്നാൽ ഇത് ആത്മീയതയല്ല, അത് എക്സർസൈസാണെന്നാണ് പറയണത്. എക്സർസൈസ് ആർക്ക് വേണം ചെയ്യാമല്ലോ. എന്നാൽ അടുത്ത വായിച്ചേ. ആത്മീയത എല്ലാവിധത്തിലും വിലയുള്ളതാണ്. ഒന്ന് ഏറ്റു പറഞ്ഞേ. എന്നാൽ ആത്മീയത എല്ലാവിധത്തിലും വിലയുള്ളതാണ്. 1 തിമോത്തി 4:8 അടുത്ത വചനം വായിക്കുക. എന്തുകൊണ്ടെന്നാൽ അത് ഏറ്റു പറയുക, അത് ഈ ജീവിതത്തെയും വരാനിരിക്കുന്ന ജീവിതത്തെയും സംബന്ധിക്കുന്ന വാഗ്ദാനങ്ങൾ ഉൾക്കൊള്ളുന്നു. പ്രൈസ് ദി ലോർഡ്. ഇതിനകത്ത് വരുന്ന വിഷയം കണ്ട 1 തിമോത്തി 4:8 ശാരീരികമായ എക്സസൈസുകളുണ്ട്, കുറച്ച് ഗുണങ്ങളുണ്ട്. അത് ശാരീരികമായ ഫിസിക്കലായിട്ടുള്ള ആനുകൂല്യങ്ങളാണ്. പക്ഷേ ഇറ്റ് ഈസ് നോട്ട് സ്പിരിച്വാലിറ്റി. അവിടെയാണ് പ്രശ്നം തന്നെ. അത് ആത്മീയതയല്ല.
ഗോൾഡിനെസ് അല്ല. പിന്നെന്താണ് ഗോൾഡിനെസ് എന്ന് പറയണത്? ആധ്യാത്മികത എന്ന് പറയണത് എന്താണ്? ആധ്യാത്മികത ഇതിനേക്കാൾ ഉന്നതമാണ്. അപ്പോഴെന്താ സംഭവിച്ചാൽ ഈ ജീവിതത്തിനാണെങ്കിലും വരാനിരിക്കുന്ന ജീവിതത്തിനാണെങ്കിലും ഇതിൻ്റെ മേൽഗതിക്ക് വേണ്ടത് എന്താണ്? വാഗ്ദാനമാണ്. ഇവിടുത്തെ പോയിന്റ് പിടിക്കുക. ഈ ജീവിതത്തിന് വേണ്ടി ആണെങ്കിലും വരാനിരിക്കുന്ന ജീവിതത്തിന് വേണ്ടിയാണെങ്കിലും നമുക്ക് വേണ്ടത് എന്താണ്? വാഗ്ദാനങ്ങളാണ്. വാഗ്ദാനം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ വാഗ്ദാനമാണ് ഉടമ്പടിയിലൂടെ കരഗതമാകുന്നത്.